ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻ. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതിനുപരി ഒരാളിനെയെങ്കിലും ഇതിന്റെ ആപത്ത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള ഉപദേശം നൽകുന്നതിന് പ്രാപ്തരായ ബഹുജന പ്രവർത്തകരെയാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്, എത്തിയിരിക്കുന്നത്. ഉദ്ഘാടകൻ സലീം കുമാർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ അതിസമർത്ഥനായ ഒരു ഓഫീസറാണ്. അനവധി കേസുകളുമായി ബന്ധപ്പെട്ട് കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന വളരെ അടുത്ത് തന്നെയുള്ള ആളും ഞങ്ങളെ ഒരു റിലേഷൻസും ഒക്കെ കൂടെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് സലീം കുമാറിന് ആത്മാർത്ഥമായ സ്വാഗതം അദ്ദേഹത്തിന്റെ ജോലി തിരക്കിനിടയിലെത്തിയതിന് പ്രത്യേകമായി അർപ്പിച്ചുകൊള്ളുന്നു. ബിനു ഈ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ സ്വാഗതം അരുളുകയാണ്. ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ജി വേണു, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ആശംസകൾ അർപ്പിക്കുന്ന LR മധുജൻ, കരുണാസായി, തിരുവനന്തപുരം. അദ്ദേഹം തിരുവനന്തപുരത്ത് ഡ്രഗ് അഡിക്ഷൻസിന്റെ രക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാണ്. കേരളം അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. ട്രീറ്റ് ചെയ്ത് അനവധി മദ്യപന്മാരെയും മാനസിക രോഗികളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സേവനം കേരളം ഒട്ടാകെ നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ സത്യസായി ബാബയുടെ ഒരു വലിയ വിശ്വാസിയും ഡിവോട്ടീവുമാണ്. ജില്ലാ കോർഡിനേറ്റർ മിസ്റ്റർ രാജൻ, ബാബുരാജ് പ്രദേശത്തുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ്. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്രകാരം ഒരു യോഗത്തിന്റെ ഉദ്ദേശം ഭഗവാൻ സത്യസായി ബാബയുടെ സന്ദേശത്തില് നൽകിയിരിക്കുന്നതിൽ ഒരു ഘടകം ജീവിതത്തിന്റെ താളം തെറ്റി അലഞ്ഞു തിരിയുന്ന ആളുകളെ ഒരാളിനെയെങ്കിലും ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൈപിടിച്ചുയർത്തി ഒരാളിനെയെങ്കിലും ജീവിത ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമമാണ് സത്യസായി ബാബയുടെ സംഘടനയുടെ ലക്ഷ്യം. യോഗം കഴിഞ്ഞ് കയറി എല്ലാവരും കയറി ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ചുലത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിനു, ബഹുമാനപ്പെട്ട താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി വേണു, സത്യസായിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PV ജയപ്രകാശ്, ജില്ലാ കോർഡിനേറ്റർ ശ്രീ രാജൻ, തിരുവനന്തപുരം കരുണാസായി ഡി അഡിക്ഷൻ സെന്ററിന്റെ മേധാവി ശ്രീ LR മധുജൻ, ശ്രീ ബാബുരാജ്, മറ്റ് ഇവിടെ സംബന്ധിക്കുന്ന പഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്രീ മധു, മറ്റ് സത്യസായി സംഘ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സ്വാഗത പ്രസംഗാനായ ജയപ്രകാശ് സാറ് പറഞ്ഞതിലൂടെ വളരെ ശുഷ്കമായ ഒരു പ്രദർശന വേദിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് കാലഘട്ടത്തിന്റെയും ഒരു പ്രത്യേകത തന്നെയാണ്. നല്ലത് പറയുന്നത് കേൾക്കാനാണ് പറയും. നല്ലത് പറയുന്നത് കേൾക്കാൻ ആളുകൾ പൊതുവെ കുറവായിരിക്കും. എന്തായാലും ആദ്യമായി ഇത്തരത്തിലൊരു പ്രദർശനം ഒരുപക്ഷെ മദ്യവും മയക്കുമരുന്നും മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും മനുഷ്യന്റെ ഓരോ അവയവത്തിലും ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ചും
ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു പ്രദർശനം സംഘടിപ്പിച്ച സത്യസായി സേവാ സംഘത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ആദ്യമായി ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിശാലമായ ഉദ്ഘാടന പ്രസംഗം നടത്താൻ പറ്റിയ ഒരു വേദിയല്ല ഇത്. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ കടമയിലേക്ക് പോകുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അടുത്ത സമയത്ത് ഇന്ത്യയുടെ മദ്യത്തിന്റെ ഒരു അറ്റ്ലസ് തയ്യാറാക്കുകയുണ്ടായി. മദ്യത്തെ സംബന്ധിക്കുന്ന ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളിലും മദ്യം ഉപഭോഗം ചെയ്യുന്ന ആളുകൾ, അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ആൽക്കഹോളിക് അറ്റ്ലസ് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞൊരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നു. ആൽക്കഹോളിക് അറ്റ്ലസ് ഓഫ് ഇന്ത്യ. ഈ ആൽക്കഹോളിക് അറ്റ്ലസ് ഓഫ് ഇന്ത്യയിൽ മലയാളിയായ നമ്മളെ എല്ലാവരെയും നാണം കെടുത്തുന്ന ഒരു വിവരമാണ് നമ്മളെ കുറിച്ചുള്ളത്. മലയാളികളായ നമ്മൾ, അതിൽ പറയുന്നത് മലയാളികളായ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥമായ അരിക്ക് വേണ്ടി ഒരു വർഷം കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾ ചെലവഴിക്കുന്നത് 3600 കോടി രൂപയാണ്. ഏറ്റവും പ്രധാനം, നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് അരിക്ക് വേണ്ടിയിട്ടാണ്. അത് പച്ചരി ആയാലും പുഴുക്കലരി ആയാലും ഈ അരിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഒരു വർഷം ചെലവഴിക്കുന്നത് 3600 കോടി രൂപയാണ്. ഇതേ സ്ഥാനത്ത് കേരളത്തിലെ ഏകദേശം 400ഓളം വരുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ വിദേശമദ്യ ഷാപ്പുകൾ വഴി ഒരു വർഷം വിൽക്കുന്ന മദ്യത്തിന്റെ വില, നമ്മൾ മുടക്കുന്ന മുതലാണ്, അവിടെ വിൽക്കുന്ന മദ്യത്തിന്റെ വിലയായി ഒരു വർഷം ലഭിക്കുന്നത് 12,000 കോടി രൂപയാണ്. വിദേശ മദ്യ ഷാപ്പുകളിലൂടെ മാത്രം വിൽക്കുന്ന മദ്യത്തിന്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞത്, 12,000 കോടി രൂപ. അരിക്ക് വേണ്ടി 3600 കോടി രൂപ മാത്രം ചെലവഴിക്കുന്ന നമ്മൾ മദ്യത്തിന് വേണ്ടി 12,000 കോടി രൂപ ഈ വിദേശ മദ്യ ഷാപ്പുകളിലൂടെ മാത്രം വിൽക്കുന്ന മദ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിലുപരിയായിട്ടാണ് 700ഓളം വരുന്ന ബാർ ഹോട്ടലുകൾ, പിന്നെ 5600ഓളം വരുന്ന കള്ള് ഷാപ്പുകൾ, പിന്നെ നാട്ടിൽ മൊത്തമുള്ള വ്യാജമദ്യ വിൽപ്പന കേന്ദ്രങ്ങൾ. ഇവിടുത്തെ മൊത്തത്തിലുള്ള മദ്യത്തിന്റെ വിറ്റുവരവ് കണക്കാക്കിയാൽ ഏതാണ്ട് 40,000 കോടി രൂപയാണ് മലയാളികൾ മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. 40,000 കോടി രൂപ. ഈ 40,000 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു പോകാൻ എളുപ്പമുണ്ട്. ഈ 40,000 കോടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 2010-11 കേരളത്തിന്റെ ബജറ്റിന്റെ ടോട്ടൽ ഔട്ട്ലേ, എന്നുവെച്ചാൽ ബജറ്റിൽ ആകെയുള്ള വരുമാനം, പ്രതീക്ഷിക്കുന്ന വരുമാനം വെറും 30,000 കോടി രൂപയാണ്. ഈ 30,000 കോടി രൂപ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ വികസിപ്പിക്കേണ്ടതും ഗ്രാമപഞ്ചായത്തിൽ ഗ്രാന്റ് കൊടുക്കേണ്ടതും പെൻഷൻ കൊടുക്കേണ്ടതും ഒക്കെ ഈ 30,000 കോടി രൂപ കൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ ബജറ്റ് 30,000 കോടി രൂപയാണ്. പക്ഷേ മദ്യത്തിന് വേണ്ടി മലയാളി ചെലവഴിക്കുന്നത് 40,000 കോടി രൂപയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 20,000 കോടി രൂപയും അനൗദ്യോഗികമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വാറ്റുകാരായും പിന്നെ ചാരായത്തിന് പകരം കഴിക്കുന്ന അരിഷ്ടവും ഒക്കെ ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായി മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇവരുടെ ഈ ആൽക്കഹോളിക് അറ്റ്ലസ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് കേരളത്തിലെ ആവറേജ് മദ്യപാനിയുടെ പ്രായം 1950 അത് 28 വയസ്സായിരുന്നു. മദ്യപാനിയുടെ ഒരു ശരാശരി പ്രായം 28 വയസ്സ്. ആ 28 വയസ്സെന്നുള്ളത് ഇപ്പോ 16 വയസ്സാണ്. ഇതിൽ 13 മുതൽ 12 മുതൽ മേപ്പോട്ടുള്ള വയസ്സാകുമ്പോഴത്തേക്ക് മദ്യത്തിലേക്ക് ജനങ്ങൾ പോവുകയാണ്, യുവാക്കൾ. കേരളത്തിലെ യുവാക്കൾ 60% മദ്യപാനികളാണ്. 60% മദ്യപാനികളാണ്. അപ്പൊ ഈ അവസ്ഥ എന്ന് പറയുന്നത്
വളരെ വളരെ നമ്മുടെ സമൂഹത്തെ വരും തലമുറയെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും സാമൂഹികമായും ശാരീരികമായും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ അവസ്ഥയ്ക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തത് ജനങ്ങളെല്ലാം എക്സൈസുകാരും പോലീസുകാരും പറയുന്നതനുസരിച്ച് മദ്യത്തെ ത്യജിക്കുക അല്ലെങ്കിൽ മദ്യത്തെ വേണ്ടാന്ന് വെക്കുമെന്ന് കണ്ടുകൊണ്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ വളരെ ക്രമേണ നമുക്കറിയാം 1970-ലാണെന്ന് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഈ കുടുംബാസൂത്രണ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പലരും പുച്ഛിച്ച മുദ്രാവാക്യമാണ്. പക്ഷെ വർഷം കഴിഞ്ഞ് ഇന്ന് നമ്മൾ നോക്കണം, നമ്മൾ ആ മുദ്രാവാക്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ സമൂഹം ആകെ തന്നെ അന്നുണ്ടായിരുന്ന ആ മുദ്രാവാക്യം ഏറ്റെടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ ഈ മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിലൂടെ മദ്യാസക്തി കുറയ്ക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഈ മദ്യാസക്തിയെ കുറിച്ച് പറഞ്ഞപ്പോ ഈ അടുത്ത സമയത്ത് ഈ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC ഒരു സ്റ്റഡി നടത്തി. BBC മദ്യാസക്തിയെ കുറിച്ചാണ് സ്റ്റഡി നടത്തിയത്. അതോടെ കണ്ടെത്തുന്ന പറയുന്നത് ലോകത്ത് ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ മദ്യാസക്തിയുള്ള പ്രദേശമാണ് കേരളം. BBC-യുടെ ഫൈൻഡിങ് അങ്ങനെയാണ്. ഒരു 2 മാസം മുമ്പ് വന്ന അവരുടെ റിപ്പോർട്ടിങ്ങാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യാസക്തിയുള്ള പ്രദേശം കേരളമാണെന്നാണ് അവരുടെ റിപ്പോർട്ട്. അപ്പൊ ഇങ്ങനെ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ആരോഗ്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക്, നമ്മുടെ സമ്പത്തിനെയും ശരീരത്തെയും ആകെ നശിപ്പിക്കുന്ന രീതിയിൽ മദ്യാസക്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ മനസ്സിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. ഇപ്പൊ ഐക്യരാഷ്ട്രസംഘടന രൂപീകരിച്ചപ്പോ അതിന്റെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, വാർ ബിഗിൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ. യുദ്ധം നമ്മുടെ മനസ്സിലാണ് തുടങ്ങുന്നത്. സമാധാനവും മനസ്സിൽ തന്നെ തുടങ്ങണം. പീസ് മസ്റ്റ് ബി ക്രിയേറ്റഡ് ഇൻ ദെയർ ഇറ്റ്സെൽഫ്. അവിടെ തന്നെ ആണ്, മനസ്സിൽ തന്നെയാണ് ആദ്യം സമാധാനം തുടങ്ങേണ്ടത്. യുദ്ധം ഉണ്ടാവണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടായാലേ പിന്നീട് അത് യുദ്ധമായിട്ട് പരിണമിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് മദ്യത്തിന്റെ കാര്യം. അപ്പൊ മദ്യപിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നി നമ്മൾ മദ്യപിക്കുന്നു. ആ മദ്യം നിർത്തണമെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് നിർത്താൻ കഴിയുകയുള്ളൂ. ശ്രീ മധുവിനെ പോലുള്ള ഡോക്ടർമാർ വളരെ സജീവമായി ഈ ഡി അഡിക്ഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് മദ്യത്തിൽ അടിമയായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ ശ്രീ സത്യസായി സേവാ സമിതി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കരനായ ശ്രീ NS സലീംകുമാർ, വേദിയിലുള്ള പാലക്കുളം ഗ്രാമപഞ്ചായത്ത് ശ്രീ G വേണു അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, സത്യസായി സേവാ സംഘടനയുടെ മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ലഹരിക്കെതിരായ സമരം ആരംഭിക്കുകയാണ്. നിഷിദ്ധം എന്ന് കരുതിയിരുന്ന സ്ത്രീകൾ പോലും, മൊത്തം സ്ത്രീകളുടെ ജനസംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം ആളുകൾ ലഹരി പദാർത്ഥങ്ങളും മദ്യവും ഉപയോഗിക്കുന്നു എന്ന് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം ഇതിന്റെ ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ആരംഭിക്കുന്നതിന് സഹായകരമാകട്ടെ. അടുത്തത് ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിന് വേണ്ടി വേണു സാറിനെ ക്ഷണിക്കും. താമരക്കുളം പഞ്ചായത്ത് ബഹുമാന യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ രാജൻ, സ്വാഗതം രേഖപ്പെടുത്തിയ ബഹുമാനായ ശ്രീ PV ജയപ്രകാശ്, ഉദ്ഘാടനം ചെയ്ത അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ NS സലീംകുമാർ, ഡോക്ടർ LR മധുജൻ, ബഹുമാനായ ശ്രീ ബാബുരാജ്, ഡോക്ടർ LR മധുജൻ ഇവിടെ പങ്കെടുത്തിട്ടുള്ള
സത്യസായി സേവാ സംഘടനയുടെ ബഹുമാനികൾ, ശ്രമിക്കുന്ന ബഹുമാനികൾ, സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ടും വളരെ ധന്യമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിന് കേൾവിക്കാരോ കാണികളോ കുറവാണെങ്കിൽ തന്നെയും ഈ ചടങ്ങ് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നെങ്കിൽ കുറെ കൂടി ഇതിന് വ്യാപ്തി ഉണ്ടായിരുന്നു, കുറെ കൂടി അത് നമുക്ക് നല്ലതായിരുന്നു. കാരണം കുട്ടികളിലാണ് ഇപ്പോൾ ഈ ബോധം വരേണ്ടത്. ഇപ്പോൾ ഈ മദ്യപാനം മാത്രമല്ല സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്. സ്കൂൾ കുട്ടിയുടെ ഇടയിലുള്ള പാൻപരാഗ് പോലുള്ള ലഹരി വസ്തുക്കൾ, സിഗരറ്റ്, ബീഡി, പുകയില, പാൻപരാഗ്, ഇതൊക്കെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ശരിക്കും പ്രചരിക്കുന്നുണ്ട്. ശരിക്കും പിന്നെ കൊച്ചുകുട്ടികൾ അറിയാതെ ഇതിനകത്തിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മളൊരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ്, 9ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതലുള്ള 40 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ഒരു 10 കുട്ടിയെങ്കിലും അതിനകത്തിൽ പാൻപരാഗ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ചെറിയ കുട്ടികൾ തൊട്ട് മുകളിലോട്ട് ഏതാണ്ട് ഭൂരിപക്ഷം വരുന്നവർക്കും മദ്യപാനത്തെ സംബന്ധിച്ച് ലഹരി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിലെ എന്തോ ഒരു പോരായ്മയുടെ ഘട്ടമാണ് നേരിടുന്നതെന്നുള്ള വലിയ തെറ്റായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെയുള്ള വലിയ മുദ്രാവാക്യമാണ്, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള വലിയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് സത്യസായി സംഘത്തിൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചത്. വലിയ പ്രശ്നം എന്ന് പറയുന്നത് അഴിമതിയോ മറ്റൊന്നുമല്ല, മദ്യപാനം തന്നെയാണ്. BBC റിപ്പോർട്ട് വീണ്ടും ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടി വരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യാസക്തരുള്ള പ്രദേശം എന്ന് പറയുന്നത് കേരളം ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് സമ്പൂർണ്ണ മദ്യനിരോധനമല്ല, അത് പ്രായോഗികമല്ല. അത് ഒരു ആലങ്കാരികമായി നമുക്ക് മുറവിളി കൂട്ടാം എന്നുള്ളതല്ലാതെ കേരളം പോലുള്ള ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് മദ്യനിരോധനം സാധിക്കുന്ന ഒന്നല്ല. മദ്യനിരോധനം നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ ആളുകൾ വാർണിഷ് കുടിക്കുന്ന, അല്ലെങ്കിൽ നെയിൽ പോളിഷ് കുടിക്കുന്ന, ഷൂ പോളിഷ് കുടിക്കുന്ന, വൈറ്റ്നർ കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ വാറ്റ് കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ മദ്യനിരോധനം അല്ല ഇതിനകത്തെ ഏറ്റവും പ്രായോഗികമായ വഴി എന്ന് പറയുന്നത്. അതിനേക്കാൾ ഏറ്റവും പ്രായോഗികമായ, ഏറ്റവും എളുപ്പമായ വഴി നിരന്തരമായ ബോധനമാണ്, നിരന്തരമായ ബോധവൽക്കരണമാണ്. അത് സ്കൂളുകളിൽ, കോളേജുകളിൽ, കവലകളിൽ, ഗ്രാമസഭകളിൽ, കുടുംബശ്രീ, ഗ്രാമശ്രീ യൂണിറ്റുകളിൽ, എന്തിന് എവിടെയൊക്കെ 4 ആൾ കൂടുന്നുവോ അവിടെ ഔപചാരികമായ ഒരു കൂട്ടായ്മയുണ്ട് എങ്കിൽ അവിടെയെല്ലാം 1 മിനിറ്റെങ്കിലും ലഹരി വിരുദ്ധ പരിപാടികൾക്കായി, പ്രഭാഷണങ്ങൾക്കായി സമയം മാറ്റിവെക്കണം എന്നാണ് ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ലഹരി വിരുദ്ധ പ്രദർശനം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരോടും വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഇതിന് നല്ല രീതിയിലുള്ള സഹകരണം നൽകിയിട്ടുണ്ട്. തുടർന്നും ആ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിച്ച മുഴുവൻ ആൾക്കാർക്കും ജഗദീശ്വരന്റെ പേരിലുള്ള, അല്ലെങ്കിൽ ഈ സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാഭിക്യോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാഭിക്യോരാവിവൻ തോണി നിൻ പദം.
സ്വന്തമാകണം. വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. സൃഷ്ടവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. മായയും മായാവിയും മായാവിനോദനും നീയല്ലോ. മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ, വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. സിന്ധു ജയിക്കുക. ആഴവേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാധിക്യോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്യോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാധിക്യോരാവിവൻ തോണി നിൻ പദം.
നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. സിന്ധു ജയിക്കുക. ആഴവേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാധിക്യോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാഭിക്യോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാധിക്യോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ
അനവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മുനിയും മൂർത്തിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. സിന്ധു ജയിക്കുക. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാധിക്യോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാഭിക്യോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാധിക്യോരാവിവൻ തോണി നിൻ പദം.
ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും ദൃക്കു പോലുള്ള നിന്നീല സ്പന്ദമാ